ദൈവ തിരുനാമത്തിന് ബോധം ഉണ്ടാകട്ടെ. വാസ്തവത്തിൽ ഇന്ന് സംസാരിക്കാൻ വളരെ പ്രയാസമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അറിയിച്ചിരുന്ന പോലെ 1.5 ആഴ്ചയായി രൂക്ഷമായ ഒരു അലർജിക്ക് ഫീവർ. അത് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. സൗണ്ട് വളരെ മോശം, സംസാരിക്കാൻ കഫ് വളരെയുണ്ട്. എങ്കിലും ഒരു ചെറിയ വീഡിയോ പറയണമെന്ന് അതിയായ ആഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ മുടങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം സഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോയുമായി ഇപ്പോൾ വരുന്നത്. റോമാലേഖനം നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ്. വളരെ ഇഷ്ടപ്പെടുന്ന ഈ പുസ്തകം, അതിന്റെ അതിപ്രധാനമായ കാരണം പുതിയ നിയമ വിശ്വാസികളുടെ ക്രിസ്തീയ ജീവിതത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ഏകീഭാവത്തെയും പ്രായോഗിക ക്രിസ്തീയ ജീവിത പ്രമാണങ്ങളെയും വളരെ വ്യക്തമായി വരച്ചു കാട്ടിയിട്ടുള്ള മനോഹരമായ ഒരു ലേഖനമാണ് റോമാലേഖനം. വേർപെട്ട ദൈവജനം ഏറ്റവും കൂടുതൽ പുതിയ നിയമ പുസ്തകങ്ങളിൽ പഠിക്കുന്ന മനോഹരമായ ലേഖനം ഇതുതന്നെയാണ്. വിശ്വാസമുള്ള നീതീകരണം, പാപമോചനം, ആത്മരക്ഷ, നമ്മുടെ ശുദ്ധീകരണം, തേജസ്കരണം ഇത്യാദി വിഷയങ്ങളെ ഫലകരമായ നിലയിൽ അപ്പോസ്തലൻ വിശകലനം ചെയ്തിട്ടുള്ള പുസ്തകമാണ് റോമ ലേഖനം. അതിന്റെ 6, 7, 8 ഈ അധ്യായങ്ങൾ അത് ഇൻഡിപെൻഡന്റായി പഠിക്കേണ്ട അധ്യായങ്ങളല്ല. ഈ 3 അധ്യായങ്ങൾ പരസ്പരം കണക്റ്റായി കിടക്കുകയാണ്. 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം. ഞാൻ അതിന്റെ ഒരു ചെറിയ വിശദീകരണം പറയാം. വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത്. 6-ാം അധ്യായത്തിലേക്ക് വരുന്ന മുമ്പ് 5-ാം അധ്യായത്തിൽ ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നു. 5-ാം അധ്യായത്തിൽ ജന്മസിദ്ധമായി മനുഷ്യന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് പൗലോസ് പറഞ്ഞു. അഭക്തൻ, പാപി, ബലഹീനൻ, ദൈവത്തിന്റെ ശത്രു. ഇതാണ് ഓരോ മനുഷ്യന്റെയും ഇൻബോൺ ക്വാളിറ്റീസ്. അഭക്തൻ, പാപി, ബലഹീനൻ, ദൈവത്തിന്റെ ശത്രു. ഇതിൽ യഹൂദനും യവനനും എന്ന് വ്യത്യാസമില്ല എന്ന് 5-ാം അധ്യായത്തിൽ പറഞ്ഞു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാപി കർത്താവിന്റെ ശരീരത്തോട് ചേർത്ത് ഏകീഭവിപ്പിക്കുന്നു കർത്താവായ യേശു. അതിന് സഹായമായി തീരുന്നത് കർത്താവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ക്രിസ്തു നൽകുന്ന സ്നാനമാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ആ ആത്മസ്നാനത്തിന്റെ അർത്ഥം എന്താണെന്ന് വിശദമാക്കുന്ന അധ്യായമാണ് 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും ആ സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞാണ് പൗലോസ് ഈ അധ്യായത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ആ അധ്യായം ഇങ്ങനെ പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ വിശ്വാസിയെ ക്രിസ്തു ശരീരത്തോടെ ഏകീഭവിപ്പിക്കുന്നു. 7-ാം അധ്യായത്തിൽ ക്രിസ്തു ശരീരത്തോട് ഏകീഭവിക്കപ്പെട്ടു എങ്കിലും താഴ്ചയുള്ള ജഡശരീരത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി തന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെയും സാധിച്ചില്ലായാൽ പാപത്തിന്റെയും ദൈവത്തിന്റെയും പ്രമാണവും സ്വന്തം ഇഷ്ടത്തിന്റെയും ദൈവ ഇഷ്ടത്തിന്റെയും വ്യവസ്ഥകളും പാപത്തിന്റെ ദാസ്യത്വവും ദൈവത്തിന്റെ ദാസ്യത്വവും എന്നിങ്ങനെ നിരന്തരമായ ഒരു പോരാട്ടത്തിൽ കൂടി മുന്നേറി സ്വയം ഒരു കണ്ടെത്തലിലേക്ക് പൗലോസ് വരികയാണ്. 7-ാം അധ്യായം വരുമ്പോൾ നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു. ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ എന്റെ ജഡത്തിൽ പാപത്തിന്റെ പ്രമാണം എന്ന മറ്റൊരു പ്രമാണം ആഴത്തിൽ എഴുതിയിരിക്കുന്നതായി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് താൻ പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ,
ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ താൻ തന്നെ അതിന് മറുപടിയും പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ 8-ാം അധ്യായത്തിൽ 6-ൽ ക്രിസ്തുവിനോടുകൂടി ഏകീഭവിക്കപ്പെടുന്നു, 7-ൽ സ്വയം അവബോധത്തിൽ തന്റെ ബലഹീനത എന്താണെന്ന് തിരിച്ചറിയുന്നു, 8-ൽ പരിശുദ്ധാത്മാവായി ദൈവം നൽകിയ പൊതുജീവനിൽ അവൻ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി വീണ്ടും ജന്മം പ്രാപിച്ച വിശ്വാസി പരിശുദ്ധാത്മാവിനാൽ അവനെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവനിൽ വാഴുന്നവനായും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ ഉള്ളവനായി തീരുന്നവനായും 8-ാം അധ്യായത്തിൽ പറയുന്നു. 6-ാം അധ്യായത്തിലെ വിഷയം വളരെ സംക്ഷിപ്തമായി ഞാൻ പറയാം. 6-ാം അധ്യായത്തിൽ ഈ 6, 7, 8 അധ്യായങ്ങൾ ഓരോന്നോരോന്നായി പഠിക്കാതെ ഒറ്റയ്ക്ക് പഠിക്കണം, ഒന്നിച്ചു പഠിക്കണം. 6, 7, 8 അധ്യായങ്ങൾ ഒരേ വിഷയമാണ് പറയുന്നത്. സാന്റിഫിക്കേഷൻ ഓഫ് ദി ബിലീവർ, വിശ്വാസിയുടെ വിശുദ്ധീകരണം എന്ന വിഷയമാണ്. അപ്പൊ 6-ാം അധ്യായത്തിൽ ബിലീവർ ബീങ് ഡെഡ് ടു സിൻ, വിശ്വാസി പാപത്തിന് മരിച്ചിരിക്കുന്നു. അത് 6-ാം അധ്യായം. ആകെ പാപത്തിന് മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ബിലീവർ ബീങ് ഡെഡ് ടു സിൻ, ചാപ്റ്റർ 6. 7-ാം അധ്യായത്തിൽ ദ ബിലീവർ ബീങ് ഡെഡ് ടു ദ ലോ, വിശ്വാസി ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു. 8-ാം അധ്യായത്തിൽ ബിലീവർ എലൈവ് ഇൻ സ്പിരിറ്റ് ഗിവൺ വിക്ടറി. 8-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസി എന്ത് ചെയ്യുന്നു? അവൻ ജീവിപ്പിക്കപ്പെടുകയും ജയാളിയായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. 6-ൽ പാപത്തിന് മരിക്കുന്നു. പാപത്തിൽ മരിച്ചവനായിരുന്ന പാപി കർത്താവായ യേശു വിശ്വസിച്ചപ്പോൾ പാപത്തിന് മരിച്ചവനായിത്തീരുന്നു. പാപത്തിന് മരിച്ചവൻ 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിന് മരിച്ചവനായിത്തീരുന്നു. പാപത്തിന് ന്യായപ്രമാണത്തിന് മരിച്ചവൻ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടവനായി ജയാളിയായിത്തീരുന്നു 8-ാം അധ്യായത്തിൽ. അല്പം കൂടെ വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ 17 മുതൽ 6-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങളിൽ ജീവനിൽ വാഴുക എന്നൊരു പ്രയോഗം പൗലോസ് അവർ പറഞ്ഞിട്ടുണ്ട്. പാപത്തിന്റെ പ്രവേശനം, പാപത്തിന്റെ പ്രചരണം, പാപത്തിന്റെ തേർവാഴ്ച, ഇതാണല്ലോ 5-ാം അധ്യായത്തിലെ പ്രമേയം. പാപത്തിന്റെ പ്രവേശനം, ഏക മനുഷ്യൻ മുഖാന്തരമായി പാപം സകല മനുഷ്യരിലേക്കും പ്രവേശിക്കുന്നു, പാപം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നു. അങ്ങനെ പാപം എല്ലാ മനുഷ്യരിലും എന്ത് ചെയ്യുന്നു? ആധിപത്യം വഹിക്കുന്നു, അല്ലെങ്കിൽ പാപം റെയിൻ ചെയ്യുന്നു, വാഴ്ച, പാപത്തിന്റെ വാഴ്ച. അത് തന്നെ പറഞ്ഞുകൊണ്ട് പൗലോസ് പറഞ്ഞു, കൃപയുടെ പ്രവേശനം, കൃപയുടെ പ്രചരണം, കൃപയുടെ തേർവാഴ്ച. പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം പെരുകി എന്നാണ് പറഞ്ഞു വരുന്നത്. 6-ാം അധ്യായത്തിൽ പാപം ഇനിയും നമ്മുടെ മർത്തി ശരീരങ്ങളിന്മേൽ എപ്രകാരം മേലാൽ വാഴുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തോട് ചേർന്ന് യൂസൂസ് ജോസഫ് അച്ഛൻ എന്ന് പറയുന്ന വിദ്വാൻ കുട്ടി അച്ഛന്റെ പാട്ടിലെ വരികളിലെ ആശയം പറഞ്ഞു കഴിഞ്ഞാൽ, തന്നുടെ ജഡത്തോടും അസ്ഥിയോടും എന്നെ എന്നും പിരിയാതെ വണ്ണം ചേർത്തു. 6-ാം അധ്യായത്തിൽ എങ്ങനെ? പരിശുദ്ധാത്മ സ്നാനത്താൽ. അങ്ങനെ ചേർന്ന കർത്താവിന്റെ ജീവന്റെ കൃപയ്ക്ക് അവകാശിയായി ക്രിസ്തുവോട് കൂട്ടിച്ചേർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറയാണ്, സിൻ നോ ലോങ്ങർ റെയിൻസ് ഓവർ us. പാപം മേലാൽ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല. അതാണ് 6-ാം അധ്യായം പറയുന്നത്. 7-ാം അധ്യായം പറയുന്നു, ദ ലോ നോ ലോങ്ങർ റെയിൻസ് ഓവർ us. ന്യായപ്രമാണം മേലാൽ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല. അതായത് പാപത്തിന് മരിച്ചു കഴിഞ്ഞപ്പോൾ നാം എന്ത് ചെയ്യുന്നു? പാപത്തിന്റെ തേർവാഴ്ചയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ന്യായപ്രമാണത്തിന് മരിച്ചു കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിന്റെ തേർവാഴ്ചയിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു. 8-ാമതിൽ പറയുന്നു, ഹൗ ദ ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ് ഗിവ്സ് us ലൈഫ് ആൻഡ് ലിബർട്ടി. നമ്മൾ അധിവസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സ്വാതന്ത്ര്യവും ജീവനും എപ്രകാരം കൽപ്പിച്ചാക്കുന്നു എന്ന് 8-ാം അധ്യായം പറയുന്നു. എന്നെ ഏറ്റവും ഈ പഠനത്തിൽ ആകർഷിച്ചിട്ടുള്ള ഒരു പ്രയോഗം റോമർ 6-ൽ പൗലോസ് പറഞ്ഞു, ഹി ഹിംസെൽഫ് വാസ് യൂസ്ലെസ്. ദൈവം ഉപയോഗമില്ലാത്തവനാണ് താൻ എന്ന് പൗലോസ് തന്നെ സമ്മതിക്കുകയാണ്. റോമർ 7-ൽ യേശു ക്രിസ്തു പറഞ്ഞു പൗലോസ് യൂസ്ലെസ് ആണ്. റോമർ 6-ൽ താൻ പറയുന്നു യൂസ്ലെസ് ആണ്.
7 കർത്താവ് പറയുന്നു പൗലോസ് യൂസ്ലെസ് ആണ്. 8 അധ്യായത്തിൽ കർത്താവ് പറയുന്നു പൗലോസ് യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, അതായത് പാപത്തിന് മരിക്കുക, ന്യായപ്രമാണത്തിന് മരിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ജീവിക്കുക, 6, 7, 8 അധ്യായങ്ങൾ. പാപത്തിന് മരിച്ചപ്പോൾ മേലാൽ ഇനിയും പാപം നമ്മുടെ മേൽ അതിന്റെ കർത്തൃത്വം നടത്തുന്നില്ല. ന്യായപ്രമാണത്തിന് മരിച്ചപ്പോൾ ന്യായപ്രമാണം മേലാൽ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല. അതുപോലെ തന്നെ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്യുന്നു? ജീവനും സ്വാതന്ത്ര്യവും നമ്മുടെ നിത്യാവകാശമായി തീർന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 8 അധ്യായത്തിന്റെ 26 വാക്യം, ആകയാൽ ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? കർത്താവായ യേശു മരിച്ചവൻ, മരിച്ചത് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് പൗലോസ് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് ആർ? അപ്പൊ എന്റെ ജീവിതത്തിലെ ഈ പുതിയ നിയമ പുസ്തകങ്ങളിലെ പഠനത്തിലെ ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിയുടെ ക്രിസ്തുവുമായിട്ടുള്ള ഏകീഭാവത്തിൽ ദൈവം അവന് വരുത്തിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിവരിക്കുന്ന ഈ അധ്യായങ്ങളാണ് റോമർ 6, 7, 8 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങൾ എന്ത് ചെയ്യുന്നു? നാം പാപത്തിന് മരിക്കുകയും ന്യായപ്രമാണത്തിന് മരിക്കുകയും നീതിക്ക് ജീവിക്കപ്പെടുകയും ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൽ മുഖാന്തരമായി നമ്മൾ അധിവസിക്കുന്ന പരിശുദ്ധാത്മാ മുഖാന്തരമായി നാം ദൈവത്തിന്റെ ജീവന്റെ കൃപയ്ക്ക് അവകാശികളായി നാം ജീവനും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ അനുഭവിക്കുന്ന ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അടുത്തതായി പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ പോലും ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ഐ അച്ചീവ് വിക്ടറി ഓവർ ദ ഓൾഡ് നേച്ചർ? അങ്ങനെയാണെങ്കിൽ എന്റെ ഈ പഴയ പ്രകൃതത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ ജയം പ്രാപിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും? എങ്ങനെ സാധിക്കും? വി ആർ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. പൗലോസ് പറയാണ്, നാം ക്രിസ്തുവിനൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിനൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക? ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്താം. കർത്താവായ യേശുവിനെ ക്രൂശിൽ തറച്ച ശേഷം നിയമിക്കപ്പെട്ട സമയത്തിന് മുമ്പ് അവൻ മരിച്ചുപോയോ, അതോ മരിച്ചില്ലെങ്കിൽ ക്രൂശിതരെ ഒരു പ്രത്യേക സമയം വരെ അനുഭവിച്ചിട്ട് ആ സമയത്തുള്ള മരിച്ചില്ല എങ്കിൽ മരണത്തിലേക്ക് സഹായിക്കുക എന്ന നിലയിൽ അവരുടെ കാലുകൾ ഒടിക്കുന്ന ഒരു സമ്പ്രദായം റോമൻ നിയമത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കർത്താവിന്റെ ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ട കള്ളന്മാരെ അവർ മരിച്ചിരുന്നവരുടെ കാലുകൾ ഒടിച്ചു. എന്നാൽ നമ്മുടെ കർത്താവിന്റെ കൊന്നപ്പോഴേക്കും അവൻ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് അവർ അവന്റെ കാൽ ഒടിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോയില്ല എന്ന പ്രവചനാത്മാവിൽ ദാവീദ് പറഞ്ഞത് അവിടെ നിവൃത്തിയായി. എന്നാൽ യേശു ക്രിസ്തു മരിച്ചുവോ എന്ന് സ്ഥിരപ്പെടുത്തി എങ്ങനെ അറിയാമോ? പടയാളികളിൽ ഒരുവൻ ഒരു കുന്തം കൊണ്ട് യേശുവിന്റെ മാറിൽ കുത്തി. രക്തവും വെള്ളവും പുറത്തു വന്നു. രക്തവും വെള്ളവും പുറത്തു വന്നു പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് പെറിക്കാർഡിയം എന്ന പേരുള്ള ഹൃദയ ചർമ്മസഞ്ചിയിലാണ്. അതിൽ കുറച്ച് വഴിവെടുത്ത ദ്രാവകമുണ്ട്. ഹൃദയത്തിന്റെ പാൽപിറ്റേഷൻ ഫംഗ്ഷന് സഹായിക്കുന്നത് അതാണ്. ആ ദ്രാവകം നിറമില്ലാത്തതാണ്, വഴിവെടുത്തതാണ്. കുന്തമുന ഹൃദയത്തിലേക്ക് ചെന്നിട്ട് ഹൃദയസഞ്ചി ഭേദിച്ച് ഹൃദയത്തിലേക്ക് തലച്ചു കയറി ഹൃദയത്തിൽ നിന്ന് പെരിക്കാർഡിയത്തിലേക്ക് ഒഴുകിയ രക്തവുമായി അത് സമ്മിശ്രമായി ഈ മുറിവിലൂടെ പുറത്തേക്ക് വന്നു. രക്തവും വെള്ളവും പുറത്തു വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി യേശു മരിച്ചു കഴിഞ്ഞു. നാം കർത്താവായ യേശു ക്രിസ്തുവിനോട് സമ്പൂർണമായി ക്രൂശിക്കപ്പെട്ടവരാണോ എന്നുള്ളത് അറിയുന്നപ്പോഴാണ് അറിയാമോ? നമുക്ക് വിരോധമായി, നമുക്ക് എതിരായി, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ചില ആളുകൾ പ്രവർത്തിക്കുകയും ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവയോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെ വരുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചാൽ we will understand whether we are being crucified with Christ or not. ക്രിസ്തുവിനോട് നാം ക്രൂശിക്കപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്ഥിരപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിലെ ജീവിതത്തിൽ ഹൗ ഐ ക്യാൻ പ്ലീസ് മൈ ഗോഡ്, എന്റെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയും? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ ജഡശരീരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിജയം നമുക്ക് ജയോത്സവമായി ആഘോഷിച്ച് ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം
കർത്താവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. റോമർ 6, 7, 8 ഈ അധ്യായങ്ങൾ ഈ വലിയ സത്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പൗലോസ് തന്നെ പിന്നീട് ഗലാത്യരിൽ പറഞ്ഞു, നെവർദലെസ് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. പിന്നെ ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് ജീവിക്കുന്നു. കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാനും അവനോട് ക്രൂശിക്കപ്പെട്ടു. എന്റെ സ്വയം അവനോട് ക്രൂശിക്കപ്പെട്ടു. ഇന്ന് കർത്താവ് ജീവന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ദൈവം നമ്മെ തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം പ്രാപ്തരാക്കി. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് അധിവസിക്കുന്നു. നമ്മെ ജീവന്റെ കൃപയ്ക്ക് പങ്കാളികളാക്കി ആ വിജയത്തിൽ ജയാളികളായി മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജയാളികളായി ജീവിപ്പാൻ നമ്മെ പ്രാപ്തരായി തീർന്നത്. ദൈവം നമ്മെ ഈ ചിന്തകൾ കൊണ്ട് സഹായിക്കുമാറാകട്ടെ.